നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി പൂർണ്ണമായും കാർഡ്സിന് നൽകുക. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിന്റെ എനർജി എന്താണ്? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് സ്ട്രെങ്തിന്റെ എനർജിയും 9 ഓഫ് സോഡിന്റെ എനർജിയുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ജീവിതത്തിൽ പല കാര്യങ്ങളെയും ഓർത്ത് വളരെ പരാജയ ഭയം നിങ്ങൾക്ക് ഉണ്ടായതായി കാണിക്കുന്നുണ്ട്. ഒരുപാട് ഓക്കെ, മാനസികമായിട്ട് ഓക്കെ അല്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ആരോടും ഒരു കാര്യവും ഷെയർ ചെയ്യാൻ പറ്റാതെ, ആരും സഹായിക്കാനില്ലാതെ സ്വയം വേദനിച്ചിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ. മുന്നോട്ട് എന്ത് എന്ന് മനസ്സിലാക്കാതെ നിലവിലുള്ള ആ സിറ്റുവേഷൻ തന്നെ ചിന്തിച്ച് ഒരുപാട് ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിച്ചതായി കാണുന്നുണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളെ ഭയപ്പെടുന്നതായി കാണുന്നു. സാമ്പത്തിക സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേദനകൾ നിറഞ്ഞതായിട്ടുള്ള സാഹചര്യങ്ങളായിരിക്കാം, ശാരീരിക ബുദ്ധിമുട്ടായിരിക്കാം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ ഭയപ്പെട്ടിരുന്നതായും കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ദ സ്ട്രെങ്തിന്റെ കാർഡ് വന്നിരിക്കുന്നത്? എന്തിനെയാണ് ഭയപ്പെടുന്നത്? ഓക്കെ, ജീവിതത്തെ ബാലൻസിങ്ങിൽ കൊണ്ടുപോകുന്നതിന് സാധിക്കാതെ വരുന്ന സിറ്റുവേഷനെയാണ് ഇവിടെ ഭയപ്പെട്ടിരുന്നതായി കാണിക്കുന്നത്. ഓക്കെ, ടെമ്പറൻസിന്റെ കാർഡാണ്. രണ്ട് സിറ്റുവേഷനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ബോധ മനസ്സിനെ, ഉപബോധ മനസ്സിനെ, സത്യം എന്ത്, മിഥ്യ ഏതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥകൾ. ഓക്കെ, യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു പോകുമ്പോഴും നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇത് നിങ്ങളെ വല്ലാണ്ട് ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. 6 ഓഫ് പെന്റിക്കിളിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായി കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരാജയപ്പെട്ടു പോയതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. നിങ്ങൾ എവിടെ ആർക്ക് എന്ത് കൊടുത്തുവോ അവരിൽ നിന്നും തിരിച്ച് നിങ്ങൾക്ക് നീതി കിട്ടാത്തതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായതായി കാണുന്നുണ്ട്. 6 നമ്പറാണ് വന്നിരിക്കുന്നത്. ശുക്രന്റെ എനർജി. റിലേഷനുമായി ബന്ധപ്പെട്ടോ സാമ്പത്തികപരമായിട്ടോ നിങ്ങൾ പരാജയപ്പെട്ടു പോയി. നിങ്ങൾ വിശ്വസിച്ചിരുന്നതായിട്ടുള്ള വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചതായി കാണുന്നില്ല. ദ ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിഗൂഢമായിട്ടുള്ള ചില കാര്യങ്ങൾ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സിറ്റുവേഷനിലോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ നടന്നതായി കാണുന്നുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ പുറത്ത് കളയുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായ ചില ആസൂത്രണം നടത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് പെന്റിക്കിളിന്റെ എനർജി വന്നിരിക്കുന്നു. കുടുംബത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഫേസ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. 7 ഓഫ് പെന്റിക്കിളിന്റെ എനർജി. എത്ര ശ്രമിച്ചിട്ടും ജീവിതത്തിന്റെ ഒരു കരയ്ക്കെത്തുവാൻ സാധിക്കാത്ത അവസ്ഥകൾ. കുടുംബത്തിലെ ഐക്യം, സ്നേഹം, ബഹുമാനം ഇത് നിങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജീവിതത്തിലെ ഒരു പുതിയ തുടക്കം ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടോ കുടുംബ ജീവിതത്തിലോ നിലവിലുള്ള സാമ്പത്തിക സിറ്റുവേഷൻ എല്ലാം മാറിക്കൊണ്ട് തന്നെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് അതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനുവേണ്ടി കാത്തിരുന്ന് സമയങ്ങളേറെ പോയി പോകുന്നതായിട്ടുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 3 ഓഫ് കപ്പിന്റെ എനർജി. സന്തോഷിക്കാൻ സാധിക്കാത്ത അവസരങ്ങൾ. ഓക്കെ, കൂടെ നിന്ന് ജീവിതത്തിൽ എപ്പോഴും കൂടെ കാണുമെന്ന് വിചാരിച്ചിരുന്നതായിട്ടുള്ള വ്യക്തികൾ, അത് കുടുംബ അംഗങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന കുടുംബത്തോളം വാല്യുബിൾ ആയിട്ട് സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരിക്കാം. ചീറ്റിംഗ് സംഭവിച്ചതായി കാണുന്നു. കൂടെ നിന്നിട്ട് നമ്മളെ ചതിച്ചു പോയതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ കഴിഞ്ഞ സമയങ്ങളിൽ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചതായി കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ടെമ്പറൻസിന്റെ കാർഡ് വീണ്ടും വന്നിരിക്കുന്നു. ജീവിതത്തെ ബാലൻസ് ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം കൂടെ നടന്ന് ചതിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. 5 ഓഫ് സോഡിന്റെ എനർജി. ഓക്കെ, നമ്മൾ വിശ്വസിക്കുന്നവരൊന്നും നമ്മളെ സ്നേഹിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കൂടെ നിന്ന് ചതിച്ച ഒരു സിറ്റുവേഷനെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. ദ ജഡ്ജ്മെന്റിന്റെ കാർഡ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ചെയ്യാത്ത തെറ്റുകൾക്കെല്ലാം നിങ്ങൾ ശിക്ഷ അനുഭവിച്ചതായി കാണുന്നുണ്ട്. മാത്രമല്ല ചില കർമ്മകൾ ഫേസ് ചെയ്യുന്നതായി കാണുന്നത്. പ്ലീസ് ഗിവ് മീ മദർ യൂണിവേഴ്സ്. 4 ഓഫ് സോഡിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓക്കെ, ഏസ് ഓഫ് സോഡിന്റെ എനർജി. കൃത്യമായി ചില ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകുവാനോ ചിന്തിക്കുവാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. നിരാശയും വിഷമങ്ങളും ക്ഷീണവും ശാരീരികമായി മാനസികമായ സമ്മർദ്ദങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത കാലങ്ങളിൽ ഉണ്ടായിരുന്നതായി കാണുന്നത്. 3 ഓഫ് സോഡിന്റെ എനർജിയും
ഒരു വിധത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥകളിൽ നിങ്ങൾ പലപ്പോഴും പരാജയപ്പെട്ടു പോയിരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ്ങും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരും. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തുടർന്ന് കാണണ്ട. ഓക്കെ, നിങ്ങളുടെ എനർജി ആണ് ഇതെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് തുടർന്ന് കാണാവുന്നതാണ്. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്ലീസ് കെഡ്മി മദ്രീനോസ്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിന്റെ ജീവിതത്തിൽ ഉടൻ തന്നെ കടന്നു വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? നമ്മൾ അനുഭവിക്കുന്നതായിട്ടുള്ള എന്ത് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിൽ തന്നെയും നമുക്ക് അതിനൊരു മറുവശം എന്തായാലും ഉണ്ട്. അത് നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ മാത്രം അത് കാണുന്നില്ല എന്ന് ചിന്തിക്കും. കാരണം നിങ്ങൾ പ്രപഞ്ചത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള സമയം നിങ്ങൾ കൊടുക്കുന്നില്ല. ഓക്കെ, നമുക്കൊരു കർമ്മ വന്നു എങ്കിൽ ആ കർമ്മയുടെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ആ സൈഡ് നമ്മളിലേക്ക് എത്താനുള്ള ഒരു അവസരം കൊടുക്കാതെ എനർജി നിങ്ങൾ വീണ്ടും 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 കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആണെന്ന് വെച്ചോ, ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ആ വ്യക്തി തിരിച്ചു വരുന്നതിനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ രണ്ടുപേരുടെയും ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കി അതിനൊരു സ്പേസ് കൊടുക്കുകയോ ചെയ്യാതെ വീണ്ടും 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 അവരെ കുറിച്ച് ചിന്തിക്കുകയും അവരെന്താ വരാത്തത്, അവരോടെ ആയിരിക്കും, തേർഡ് പാർട്ടി ആയിരിക്കും, അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും 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 നമ്മളുടെയിലേക്ക് ആ കർമ്മ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധി ആണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പൊ പക്ഷെ നമ്മൾ ആ ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോയിട്ട് നമ്മളൊരു അഫർമേഷൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ ഒരു കാര്യത്തെ മാറ്റി വെക്കുകയാണ്. പക്ഷെ മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ വിശ്വാസം വെക്കുന്നില്ല. വീണ്ടും 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 പ്രശ്നങ്ങളെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓ, ഈ ദാരിദ്ര്യം എന്ന് തീരും, ഈ കടം എന്ന് തീരും, ഈ കടം കാരണം വയ്യല്ലോ എന്നുള്ളത് ദിവസവും ജപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ ശക്തമേറിയ എനർജികൾ ചോദിക്കുന്നു, 6 ഓഫ് പെന്റിക്കിളുമായി ബന്ധപ്പെട്ട് എന്റെ വ്യൂസിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. ഓക്കെ, ഒരു പുതിയ തുടക്കത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. അബൻഡൻസിന്റെ ഒരു പുതിയ തുടക്കമാണ് വരുന്നത്. ഒരു നല്ല സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ഇത്രയും നാളും നിങ്ങളെ പല വ്യക്തികളും നിങ്ങൾ ഇഗ്നോർ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു പുതിയ തുടക്കത്തിനുള്ള സമയമാണ് വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നേടുന്നതായിട്ടുള്ള ഒരു പുതിയ വിത്താണ് നിങ്ങൾ ഇടുന്നത്. ആ വിത്തിൽ നിങ്ങൾ അതിന് വളരുന്നതിനുള്ള സാഹചര്യം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, ഒരു വിത്ത് ഇട്ടതിന് ശേഷം അതിന് വേര് വന്നോ, എത്ര സെന്റിമീറ്റർ വന്നു എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ പിഴുത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മുളയ്ക്കില്ല, അത് കരിഞ്ഞു പോകും. അത് തന്നെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയി നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് ഒരു ഉത്തരം എന്തായാലും ഉണ്ട്, അതിന് ബ്ലെസ്സിങ് ഉണ്ട്. അതിനുള്ള വിത്താണ് പ്രപഞ്ചം പാകിയിരിക്കുന്നത്. ഇതിൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് നടക്കോ ഇല്ലേ എന്നുള്ളത് ഒരു നോക്കേണ്ട കാര്യമില്ല, അത് നടന്നിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്. 10 ഓഫ് പെന്റിക്കിളിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? കുടുംബപരമായി ഒരു ഐക്യം സമാധാനം ഉണ്ടാകുമോ? 6 ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളെ തിരിച്ച് കൂട്ടി യോജിപ്പിക്കുവാൻ പ്രപഞ്ചത്തിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, 6 എന്ന് പറയുമ്പോൾ തന്നെ ശുക്രന്റെ എനർജിയാണ്. ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളെ തേടി എത്തുന്നു. നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതായിട്ടുള്ള നിങ്ങളുടെ വ്യക്തികൾ, അത് കുടുംബ ജീവിതത്തിലുള്ള വ്യക്തിയാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ജോലി സ്ഥലത്തുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അതൊരു സന്തോഷവും സ്നേഹവും പ്രദാനം ചെയ്തുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വ്യക്തികൾ കടന്നു വരുന്നത്. ഓക്കെ, ഇവിടെ 3 ഓഫ് കപ്പിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സെലിബ്രേഷനിലെല്ലാം ഒപ്പം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പല വ്യക്തികളും കൂടെ നിന്ന് ചതിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ നമ്മളെ ചതിച്ച വ്യക്തികളുടെ മുമ്പിൽ നമ്മൾ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി നമ്മുടെ മനസ്സ് ഏറ്റവും സ്ട്രോങ്ങോടുകൂടി പ്രവർത്തിച്ച് വിജയം നേടുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ഒരു വലിയ മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത്.
ഓക്കെ, ലൈഫിൽ ചില തുടക്കങ്ങൾ വരാൻ പോകുന്നു. നമ്മളെ മണ്ടനെന്ന മണ്ടി എന്നൊക്കെ വിളിച്ച് നമ്മളെ ഒന്നിനും കൊള്ളാത്തതെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഒന്നാമനായി എത്തുന്ന ഒരു സമയം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ ടെമ്പറൻസിന്റെ കാർഡാണ് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇമോഷണൽ ആയിട്ട് ബാലൻസ് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എങ്കിൽ പ്രപഞ്ചം നിങ്ങളെ ബാലൻസിംഗിലേക്ക് കൊണ്ടുവരുന്നു. ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. സമയം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും നല്ല ഒരു സമയം നിങ്ങളെ അടുത്തിരിക്കുന്നു. ന്യൂസിലേക്ക് സറണ്ടർ ചെയ്തിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ജഡ്ജ്മെന്റിന്റെ എനർജി കടന്നു വന്നിരിക്കുന്നു. ജീവിതത്തിൽ ഒരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുന്നില്ല എങ്കിൽ ജീവിതത്തിൽ ഇതൊന്നും നമുക്ക് ലഭിക്കുന്നതല്ല. പ്രപഞ്ചം പറയുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും നീതി ലഭിക്കും. നിങ്ങൾ ഒരു മാറ്റത്തിന് തയ്യാറാകുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ജസ്റ്റിസിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങൾ തളർന്നു പോകാതെ വണ്ണം നിങ്ങൾ നിലനിർത്തുക. ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും അതിന്റെ രണ്ട് വശങ്ങൾ ആലോചിച്ച് തിട്ടപ്പെടുത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോകുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, 4 ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. 4 ഓഫ് സോഡ് പറയുന്നു നിങ്ങൾ തളർന്നിരിക്കേണ്ട ഒരു വ്യക്തിയല്ല. മാനസികമായി തളർന്നിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾക്ക് വിജയിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മുടെ വേരാണ്. ഓക്കെ, ഒരു ചെടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് തന്നെ അതിന്റെ വേരാണ്. ആ വേര് നശിച്ചു പോയി കഴിഞ്ഞാൽ അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, നമുക്ക് കിട്ടിയിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ജന്മം അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല. ഏറ്റവും കിട്ടുന്നതിൽ ഈ ജീവജാലങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജന്മം തന്നെയാണ് മനുഷ്യജന്മം എന്ന് പറയുന്നത്. അത് ഒന്നിന്റെ പേരിലും അതിനെ നഷ്ടമാക്കി കളയാതെ കിട്ടിയിരിക്കുന്ന ദാനത്തെ ഏറ്റവും അധികം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതം അവസാനിപ്പിക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് ചിരഞ്ജീവികളായിട്ട് ജീവിക്കേണ്ട വ്യക്തികളൊന്നുമല്ല നമ്മൾ. ഈ ഭൂമിയിൽ കണ്ടു തീർക്കാനും കഴിച്ചു തീർക്കാനും അനുഭവിച്ചു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ചെറിയ കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ സമയങ്ങളെ മുഴുവൻ മുന്നോട്ട് പ്രവർത്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഓടിയെടുക്കുക എന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. കാരണം സമയം നമ്മുടെ മുമ്പിൽ വളരെ തുച്ഛമാണ്. നമുക്ക് ഓടിയെത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ഉണ്ടും താനും. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തളർത്താതെ നിങ്ങളുടെ കർമ്മങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, മനസ്സിനെ ക്രമീകരിക്കുക. അതിന് മെഡിറ്റേഷൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും എന്ന് തന്നെയാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ, ഓവർ തിങ്കിങ്ങൾ, ഭയങ്ങൾ ഇതെല്ലാം നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് കടക്കണമെങ്കിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ അത്യാവശ്യമാണ്. ഓക്കെ, നമ്മുടെ മനസ്സിനെ ഒരു പോയിന്റിലേക്ക് മാത്രം, വിശ്രമത്തിലേക്ക് മാത്രം കൊണ്ടുവന്ന് അല്പനേരം യൂണിവേഴ്സിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് ഇവിടെ പ്രപഞ്ചം ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഞാൻ എന്താണ് ചിന്തിക്കേണ്ടത്, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് വഴിമുട്ടി നിൽക്കുന്നു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കടന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും യൂണിവേഴ്സിന്റെ ഒരു സപ്പോർട്ട് കടന്നു വരും. മാത്രമല്ല നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ കീഴടക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ പ്രപഞ്ചം നൽകുന്നു എന്നുള്ള ഒരു എനർജിയാണ്. മജീഷ്യന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സർവ്വതും നിങ്ങളുടെ അധീനതയിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ മനസ്സിന്റെ സ്ട്രെങ്ത് മാത്രം മതി. പ്രപഞ്ചത്തിന് നിങ്ങളിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ഇച്ചിരി സമയം നിങ്ങൾ കൊടുക്കണം. ആ ഉറങ്ങുന്ന സമയം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമ്മുടെ സറൗണ്ടിങ്ങിൽ ഉള്ളതെങ്കിൽ അതാണ് പ്രപഞ്ചം നമ്മളിലേക്ക് പ്രവർത്തിച്ച് നൽകുന്നത്. ഓക്കെ, നമ്മളുടെ മനസ്സിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് നെഗറ്റീവ് ന്യൂസും നെഗറ്റീവായിട്ടുള്ള വേദനകളും വിഷമങ്ങളും കണ്ണുനീരും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന എനർജിയും അത് തന്നെ ആയിരിക്കും. ആ എനർജി തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ പിന്നീട് നമ്മളെ വീണ്ടും വളർത്തിക്കൊണ്ടുവരുന്നത്. ഓക്കെ, അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളെയും മാറ്റി ഒരു ബിന്ദു, ഒരു പ്രകാശത്തിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്ന ആ ഒരു ഒറ്റ സെക്കൻഡില് പ്രപഞ്ചത്തിന് അവിടെ പ്രവർത്തിക്കാൻ സാധിക്കും. നമുക്ക് അങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള ഓരോരോ ചിന്തകളും നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം മനസ്സിനെ ശൂന്യമാക്കി നിർത്താൻ നമുക്ക് പറ്റുന്ന അവസ്ഥയിലല്ല.
എപ്പോഴാണോ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നത് ആ സമയം മുതൽ പ്രപഞ്ചം നിങ്ങളുടെ ഏത് പ്രതികൂല സാഹചര്യമാണെങ്കിലും അതിൽ പ്രവർത്തിച്ചു തുടങ്ങും എന്നുള്ളതാണ്. യൂണിവേഴ്സിന് പ്രവർത്തിക്കേണ്ട ടൈം കിട്ടുന്നത് നിങ്ങളുടെ ചിന്ത നിശ്ചലമായിരിക്കുന്ന സമയത്ത് മാത്രമാണ്. ഓക്കെ, നമ്മളുടെ ചിന്ത എപ്പോഴാണ് നിശ്ചലമായി ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമായിരിക്കും. ഉറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ലാസ്റ്റ് നമ്മളുടെ തലച്ചോറിലേക്ക് അയച്ചിട്ടുള്ള ലാസ്റ്റ് മെസ്സേജ് ആയിരിക്കും നമ്മളുടെ സറൗണ്ടിങ്ങിൽ കിടന്ന് നമ്മുടെ ചിന്തകളിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രപഞ്ചം വലിച്ചെടുത്തിട്ട് അത് തന്നെയാണ് നമ്മളിലേക്ക് തിരിച്ച് അയക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഒരു ഭൂമിയെ പോലെയാണ്. നമ്മളുടെ ചിന്തകളാകുന്ന കാര്യങ്ങൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് പ്രപഞ്ചത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. ആഗിരണം ചെയ്യപ്പെട്ടിട്ട് അത് മഴ പോലെ എങ്ങനെയാണോ നീരാവി ആഗിരണം ചെയ്തിട്ട് മഴയായി തിരിച്ചു വരുന്നത്, അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചു കൂട്ടിയതും നമ്മൾ പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളിൽ നിന്നും അത് പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയും അവസാനം അതൊരു മഴ പോലെ തന്നെ നമ്മളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ നമ്മൾ അയക്കുന്നതേ നമ്മളിലേക്ക് തിരിച്ചു വരുള്ളൂ. എന്താണ്? നമ്മളുടെ ചിന്തയാണെങ്കിലും പ്രവൃത്തിയാണെങ്കിലും എന്താണോ നമ്മളിൽ ഉള്ളത് അതാണ് തിരിച്ച് പ്രപഞ്ചം നമ്മളിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത്. അപ്പം കിടക്കുന്നതിന് മുമ്പ് മെഡിറ്റേഷനോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മൾ കുറച്ച് നേരം 10 മിനിറ്റ് വിഷ്വലൈസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് പ്രപഞ്ചത്തോട് പറഞ്ഞ് കിടക്കുകയാണെങ്കിൽ പിറ്റേന്ന് നമുക്ക് മഴയായി പെയ്യുന്നത് എന്താണ്? നമ്മൾ അയച്ചിരിക്കുന്നതായിട്ടുള്ള ആ ബ്ലെസ്സിങ് ആണ് നമുക്ക് മഴയായി പെയ്യുന്നത്. അതൊന്ന് ശ്രമിച്ചു നോക്കുക. ഇന്ന് ചെയ്തിട്ട് നാളെ നടന്നില്ല എന്ന് പറയാതെ 1 മാസം നിങ്ങൾ യൂണിവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് പ്രവർത്തിക്കുക. അത്ഭുതം കാണുവാൻ സാധിക്കും. പണത്തെ ആകർഷിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നല്ല ഒരു റിലേഷൻഷിപ്പിൽ സന്തോഷമായിട്ട് ഇരിക്കുന്നതായിട്ടും അല്ലെങ്കിൽ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിട്ടും നല്ലൊരു വീട് വെച്ചതായിട്ടും ഒക്കെ നിങ്ങൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒക്കെ നിങ്ങളുടെ തലച്ചോറ് ആൽഫ മൈൻഡിലേക്ക് പോകുന്ന ആ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയും അത് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ നല്ലൊരു ഫോഴ്സിലേക്ക് തിരിച്ചു വരികയും ചെയ്യും എന്നുള്ളതാണ് പ്രപഞ്ച സത്യം. ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത് യൂണിവേഴ്സിന് ടൈം കൊടുക്കുക. എപ്പോഴാണ് നമ്മൾ ടൈം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത നിശ്ചലമാകുന്ന സമയത്ത് മാത്രമാണ് പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിൽ എന്താണോ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ചത് അതിന് പ്രവർത്തനം ഉണ്ടാകും. പ്ലീസ് കെഡ്മിയ മദർ സ്ട്രെങ്തിന്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? എന്റെ വ്യൂസ് ഭയപ്പെടുന്നതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും വിജയിക്കുവാൻ സാധിക്കുമോ? ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ എന്താണോ നമ്മൾ ഭയപ്പെട്ടത്, എന്ത് കാര്യത്തിലാണോ നമ്മൾ വേദനിച്ചത്, അതിന്റെ സമൃദ്ധി പ്രപഞ്ചം തന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു എനർജി നിങ്ങളെ കാത്തിരിക്കുന്നു. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സുകളാണ് വന്നിരിക്കുന്നത്. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയാണ്. ഈ വന്നിരിക്കുന്ന ചിത്രങ്ങളെല്ലാം നിങ്ങളുടെ തലച്ചോറിലേക്ക് ഒരു 7 സെക്കൻഡ് എങ്കിലും നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടേതാണ് ഈ റീഡിംഗ് എന്ന് മനസ്സിലാക്കി അത്രയും ബിലീവോടുകൂടി നിങ്ങൾ ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് അഫർമേഷനായി തീർന്നിരും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സക്സസ് ആകും. ഓക്കെ, അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ റീഡിംഗ് ഉപകാരപ്പെടുന്നത്. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും മറന്നു പോകരുതേ. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും ടാറോ കാർഡ് പഠിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ന്യൂമറോളജി ഉണ്ട്, റീക്കി ഹീലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ടാറോ കാർഡും നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.